മാർച്ച് 7-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് ജമ്മു ആൻഡ് കാശ്മീരിലെ ബാങ്കസ് വാലിയെ ഒരു എക്കോ ടൂറിസം ഹബ്ബായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഗവൺമെൻറ് തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. അപ്പോൾ ഈ ഒരു ബാങ്കസ് വാലി എന്ന് പറയുന്ന ലൊക്കേഷനാണ് ഓർത്ത് വെക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അവിടെ എക്കോ ടൂറിസത്തിന് വേണ്ടി അവർ ഈ ഒരു മേഖല കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ബാങ്കസ് വാലി എവിടെയാണ് എന്നുള്ള ലൊക്കേഷൻ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ അവിടുത്തെ ബാങ്കസ് എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു റിമോട്ട് ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടാണ്. ലൈൻ ഓഫ് കൺട്രോളിന് അടുത്തായിട്ടാണ് നോർത്ത് കാശ്മീരിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ എക്കോ ടൂറിസം ഡെസ്റ്റിനേഷൻ ആയിട്ട് ഉയർത്തി വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അതിനടുത്തുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ആയിട്ടുള്ള പഹൽഗാം, ഗുൽമാർഗ്, സോനമാർഗ് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് പോപ്പുലേഷൻ ആയിട്ടുണ്ട്. അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം തന്നെ അവിടുത്തെ എൻവയോൺമെന്റിനെയും മറ്റുമൊക്കെ ത്രെട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ അതുകൊണ്ടാണ് കുറച്ച് ടൂറിസ്റ്റുകളെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഈ ഒരു പുതിയ സ്ഥലം ബോങ്കസ് വാലിയെ എടുത്തിട്ടുള്ളതെന്ന് ഓർത്തു വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ലാർജ് സ്കെയിൽ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻസും മറ്റുമൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ചും എക്കോളജിക്കൽ ബാലൻസ് കീപ്പ് ചെയ്തുകൊണ്ട് അവിടെ എക്കോ ടൂറിസം സൈറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാനാണ് ജമ്മു ആൻഡ് കാശ്മീർ ഗവൺമെന്റ് ശ്രമിക്കുന്നത് എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ബോങ്കസ് വാലി ലൊക്കേഷൻ ആണ് ഓർത്തു വെക്കേണ്ടതായിട്ടുള്ളത്. അടുത്തത് വുമൻസ് ഡേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആർട്ടിക്കിളുകളാണ്. അപ്പോൾ വുമൺ ഇൻ കോർപ്പറേറ്റ് ലീഡർഷിപ്പ്, പ്രത്യേകിച്ചും ലീഡർഷിപ്പിലേക്ക് വരുന്ന സമയത്ത് സ്ത്രീകളുടെ പ്രാതിനിധ്യം എത്രമാത്രമാണ് എന്നതിനെ സംബന്ധിച്ച് വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. അപ്പോൾ ഇത് മാർച്ച് 8 ആണ് വുമൻസ് ഡേ. അപ്പോൾ അതിന് മുന്നേ തന്നെ വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. നമുക്ക് നോക്കാം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എന്നുള്ളത്. അപ്പോൾ ലോകത്ത് സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ സ്റ്റെപ്പുകളൊക്കെ എടുക്കുന്നുണ്ട്. അതുപോലെ വലിയ മാറ്റങ്ങൾ സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നും വർക്ക് ഫോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അതിലെ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ കുറവാണ് എന്ന് തന്നെ കാണാൻ പറ്റും. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഡൈവേഴ്സിറ്റി, ഇക്വിറ്റി, ഇൻക്ലൂഷൻ പോലുള്ള പ്രോഗ്രാമുകൾ കൊണ്ടുവന്നിട്ട് സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു പ്രോഗ്രാം ഒക്കെ റോൾ ബാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നിലവിലുള്ള US കമ്പനികൾ ശ്രമിക്കുന്നതായിട്ടുള്ളത്. അത് സ്ത്രീകളുടെ റെപ്രസെന്റേഷൻ കുറക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ കാരണമാകും എന്നുള്ളതാണ് ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ ഒരു ഗ്ലോബൽ കോർപ്പറേറ്റ് വർക്ക് ഫോഴ്സിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ലീഡർഷിപ്പ് റോളുകളിലേക്ക് സ്ത്രീകൾ കാര്യമായിട്ട് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു DI എന്നൊക്കെ മെല്ലെ പിറകോട്ട് പോകാൻ അമേരിക്കൻ കമ്പനികൾ ശ്രമിക്കുന്നത് അത് മെല്ലെ ഈ ഒരു സ്ത്രീകളെ എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും എന്നും ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ DI പോലുള്ള പ്രോഗ്രാമുകൾ സ്ത്രീകൾക്ക് ഇനീഷ്യൽ എൻട്രി നൽകുന്നുണ്ട്, തൊഴിലിടങ്ങളിലേക്കുള്ള പ്രവേശനം നൽകുന്നുണ്ട്, തൊഴിൽ നൽകുന്നുണ്ടെങ്കിൽ പോലും ഇത് അവരുടെ ലീഡർഷിപ്പ് റോളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കാര്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ വർക്ക് ഫോഴ്സിന്റെ 35.9% സ്ത്രീകൾ വരുന്നത്. മൊത്തം വർക്ക് ഫോഴ്സിന്റെ 35.9% സ്ത്രീകളാണ്. എന്നാൽ ലീഡർഷിപ്പ് റോളിലേക്ക് വരുമ്പോൾ ഇത് വെറും 12.7% മാത്രമാണെന്നാണ് ഓഥർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് അത് നമ്മുടെ രാജ്യത്തിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അതുപോലെ സ്ട്രക്ചറൽ ആയിട്ടുള്ള ബാരിയേഴ്സ് മൂലം ഉണ്ടാവുന്നതാണ്. അപ്പോൾ റിയൽ പ്രോഗ്രസിനെ ഹൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹിൻഡർ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ബാരിയേഴ്സ് ആണ് എന്നും ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ലീഗൽ മാൻഡേറ്റുകൾ കമ്പനീസ് ആക്ട് പ്രകാരം സെബി റെഗുലേഷൻ പ്രകാരമൊക്കെ ഫീമെയിൽ പാർട്ടിസിപ്പേഷൻ സീനിയർ റോളുകളിൽ വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതൊന്നും കൃത്യമായിട്ട് നടക്കപ്പെടുന്നില്ല എന്നുള്ളൊരു ഇഷ്യൂ ആണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വുമൺസ് ലീഡർഷിപ്പ് ഉള്ള കമ്പനികൾ അവ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കോർപ്പറേറ്റ് ഗവേണൻസ്, റിസ്ക് മാനേജ്മെന്റ്, സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് തുടങ്ങിയുള്ള പല മേഖലകളിലും കാര്യമായിട്ടുള്ള പ്രോഗ്രസ് ഉണ്ടാക്കുന്നുണ്ട് എന്നും ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സ്ത്രീകളുടെ പ്രസൻസ് ലീഡർഷിപ്പിലുള്ളത് ടാലന്റ് പൂൾ വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടും പ്രൊഫഷണൽ നെറ്റ്വർക്കുകളെ ബ്രോഡൻ ചെയ്യാനും പാർട്ടിസിപ്പേറ്ററി ലീഡർഷിപ്പ് സ്റ്റൈലുകൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നത്. അതായത് ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് സിസ്റ്റത്തിന്റെ ഓവറോൾ ബെറ്റർമെന്റിലേക്ക് ഇത് നയിക്കുന്നുണ്ട് എന്നാണ് ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നത്. അതേസമയത്ത് നമ്മൾ ഈ തൊഴിൽ നൽകുന്നത് മാത്രമല്ല ജെൻഡർ പേ പാരിറ്റി എന്ന് പറയുന്നത്, അതായത് ഒരേ തൊഴിൽ തന്നെ സ്ത്രീക്കും പുരുഷനും കിട്ടുന്ന വേതനത്തിലുള്ള വ്യത്യാസമാണ് ജെൻഡർ പേ ഡിഫറൻസ് എന്ന് പറയുന്നത്. ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യൽ ഇൻഡിക്കേറ്റർ ആണ് ഒരു രാജ്യത്തിന്റെ റിയൽ പ്രോഗ്രസുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു വർക്ക് ഫോഴ്സിലേക്ക് വരുന്ന സമയത്ത് സെയിം ജോബാണ് ചെയ്യുന്നത് സ്ത്രീയും പുരുഷനും എങ്കിൽ പോലും സ്ത്രീകൾക്ക് വേതനം കുറവ് നൽകുന്നത് ഒരു ഡിസ്ക്രിമിനേഷൻ ആയിട്ടാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നതായിട്ടുള്ളത്. അപ്പോൾ കുറെ കൂടി സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആവണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ജെൻഡർ പേ പാരിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന് മിനിമലൈസ് ചെയ്യുക എന്നുള്ളത്, ജെൻഡർ പേയിലുള്ള ഡിഫറൻസ് ഒഴിവാക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ റിയൽ ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെ ഈക്വൽ കോൺട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതിലേക്കാണ്. അതായത് നമ്മുടെ രാജ്യത്തിലെ ഡൈവേഴ്സിറ്റിയെ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ജസ്റ്ററോ ആയിട്ട് സ്ത്രീകളെ നേതൃനിരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ല, അവരെ ഈക്വൽ പാർട്ട്ണർ ആയിട്ട് കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ കോൺട്രിബ്യൂഷൻസിനെ റെക്കഗ്നൈസ് ചെയ്യുക, അവരുടെ കോൺട്രിബ്യൂഷൻസിനെ മീനിങ് ഫുൾ ആക്കി മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു കോർപ്പറേറ്റ് ഗവേണൻസിനെ ഇംപ്രൂവ് ചെയ്യാനും സ്റ്റേക്ക് ഹോൾഡർ റിലേഷൻസ് മെച്ചപ്പെടുത്താനും ഓവറോൾ ബിസിനസ് സക്സസിലേക്കൊക്കെ സഹായിക്കുക എന്നും ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇന്ത്യയുടെ ഫെമിനിസ്റ്റ് ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ബെയ്ജിംഗ് ഡിക്ലറേഷനുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജെൻഡർ ഇക്വാലിറ്റിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള പ്രോഗ്രസിനെ കുറിച്ചാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പ്രധാനമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യ ജെൻഡർ ഇക്വാലിറ്റിയിൽ നമ്മൾ കാര്യമായിട്ടുള്ള പ്രോഗ്രസ് കൊണ്ടുവന്നിട്ടുണ്ട്. സസ്റ്റെയിൻ ആയിട്ടുള്ള പോളിസികളിലൂടെ ഗ്രാസ് റൂട്ട് മൂവ്മെന്റുകളിലെ വുമൻസ് റെസിലിയൻസിലൂടെ കാര്യമായിട്ടുള്ള മുന്നോട്ടം കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. 1995 ഇതിനുമായി ബന്ധപ്പെട്ട ഒരു ബെയ്ജിംഗ് ഡിക്ലറേഷൻ എന്ന് പറയുന്ന ഒരു ഈവന്റ് ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ടും സ്ത്രീകളുമായി ബന്ധപ്പെട്ട് പോവർട്ടി, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, അതുപോലെ തന്നെ സ്ത്രീകളുടെ എക്കണോമിക് എംപവർമെന്റ് തുടങ്ങിയിട്ടുള്ളവ പ്രധാനപ്പെട്ട ഡിസ്കഷൻ ടോപ്പിക്കുകളായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഈ സ്ത്രീകളുടെ ജെൻഡർ ഇക്വാലിറ്റി വർദ്ധിപ്പിച്ചു അല്ലെങ്കിൽ ജെൻഡർ പാരിറ്റി കുറഞ്ഞു എന്നൊക്കെ പറയുന്നത് നമുക്ക് കുറച്ചുകൂടി കാണാൻ വേണ്ടി പറ്റുക ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികൾ. ഉദാഹരണത്തിന് മെറ്റേണൽ ഹെൽത്ത്, അമ്മമാരുടെ ഹെൽത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാൻ തുടങ്ങിയിട്ടുള്ള പദ്ധതികൾ വഴി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി, ആശുപത്രിയിലുള്ള പ്രസവം എന്ന് പറയുന്നത് 95% വരെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് മെറ്റേണൽ മോർട്ടാലിറ്റി, അമ്മമാരുടെ മരണനിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പോപ്പുലേഷൻ കൺട്രോൾ മെഷേഴ്സ് ഇന്ത്യയിൽ വളരെ സക്സസ് ആയിട്ട് വന്ന് പോപ്പുലേഷനെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ട് 56.5% മാരീഡ് വുമൺ ഇത്തരത്തിലുള്ള പോപ്പുലേഷൻ കൺട്രോൾ മെഷേഴ്സിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അത് കൃത്യമായിട്ട് അവരുടെ റിപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്നാണ് ഹെൽത്ത് സ്കീംസ്. ആയുഷ്മാൻ ഭാരത് പോലുള്ള പദ്ധതികൾ ഒരുപാട് സ്ത്രീകൾക്ക് ഹെൽത്ത് കെയർ ട്രീറ്റ്മെന്റുകൾ നൽകുന്നുണ്ട്. അതെല്ലാം തന്നെ സ്ത്രീകളുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ ബേട്ടി ബച്ചാവോ, ബേട്ടി പഠാവോ തുടങ്ങിയിട്ടുള്ള പദ്ധതികൾ അത് ചൈൽഡ് സെക്സ് റേഷ്യോ വർദ്ധിപ്പിക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട്. പെൺകുട്ടികളെ സ്കൂളുകളിലേക്ക് എൻറോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ജെൻഡർ ഇക്വാലിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും സ്റ്റെം പോലുള്ള സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് തുടങ്ങിയിട്ടുള്ള ഫീൽഡുകളിലേക്കൊക്കെ പെൺകുട്ടികളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ വുമൺസ് എക്കണോമിക് എംപവർമെന്റ് ഏകദേശം 100 മില്യണിലധികം സ്ത്രീകൾ നിലവിൽ ഫൈനാൻഷ്യൽ നെറ്റ്വർക്ക് കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. നാഷണൽ റൂറൽ അർബൻ ലൈവ്ലിഹുഡ് മിഷൻസ് ഉണ്ട്. റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ, അതുപോലെ അർബൻ ലൈവ്ലിഹുഡ് മിഷൻസ്, അതുവഴി സ്ത്രീകൾക്ക് തൊഴിലുകൾ നൽകുന്നുണ്ട്. അവരെ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആക്കുന്നതിന് വേണ്ടി എന്റർപ്രണർഷിപ്പിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള അതുപോലെ UPI പോലുള്ള ഇനീഷ്യേറ്റീവ്സ് സ്ത്രീകളെ എംപവർ ചെയ്യാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. സേവിങ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയും ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയും സഹായിച്ചിട്ടുണ്ട്. ദീൻ ദയാൽ അന്ത്യോദയ യോജനയിൽ നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ, അതുപോലെ ഡിജിറ്റൽ ലിറ്ററസി പ്രോഗ്രാമുകളെല്ലാം തന്നെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള എംപവർമെന്റ്, അതുപോലെ ഡിജിറ്റൽ ആയിട്ടുള്ള എംപവർമെന്റ് സ്ത്രീകളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. ഇതൊക്കെയാണെങ്കിൽ പോലും നമ്മുടെ രാജ്യത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസും മറ്റുമൊക്കെ നമുക്ക് കാണാൻ വേണ്ടി വരും. ഈവൻ ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള വയലൻസ് ഈവൻ സ്റ്റിൽ അതൊരു ചാലഞ്ച് തന്നെയാണ്. നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം 770 എന്ന രീതിയിൽ വൺ സ്റ്റോപ്പ് സെന്റർ ഫോർ സർവൈവർ സപ്പോർട്ട് എന്ന രീതിയിൽ ഒരു സിംഗിൾ പോയിന്റ് സപ്പോർട്ട് നമ്മുടെ രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഭാരതീയ ന്യായ സംഹിത 2023 പ്രകാരം സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ലീഗൽ പ്രൊട്ടക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. സ്ത്രീകളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള എഫേർട്ടുകൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ബ്ലോക്ക് ചെയിൻ സിസ്റ്റംസ് ഒഡീഷയിൽ കൊണ്ടുവന്നത്, അതുപോലെ തന്നെ UNFPA പാർട്ട്ണർഷിപ്പ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ തന്നെ ഈ ഒരു സപ്പോർട്ടും മറ്റുമൊക്കെ സർവൈവേഴ്സിനും മറ്റുമൊക്കെ നൽകുന്നതിന് വേണ്ടി, സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള ഡൊമസ്റ്റിക് വയലൻസിനും മറ്റുമൊക്കെ സർവൈവ് ചെയ്യുന്ന സ്ത്രീകൾക്ക് നൽകുന്നതിന് വേണ്ടി സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ യങ് വിമൺ ലീഡേഴ്സിനെയും നമുക്ക് മാറ്റം കൊണ്ടുവരുന്നത് കാണാൻ വേണ്ടി വരും. ക്ലൈമറ്റ് ആക്ഷൻ ആയിക്കോട്ടെ, ഡിജിറ്റൽ എന്റർപ്രണർഷിപ്പ് ആയിക്കോട്ടെ, ടെക്നോളജി മേഖലയിലായിക്കോട്ടെ, പുതിയ പുതിയ വിമൺ എന്റർപ്രണേഴ്സ് ഉയർന്നു വരുന്നത് കാണാൻ പറ്റും. ഗതി, അതുപോലെ തന്നെ G20 ടെക് ഇക്വിറ്റി തുടങ്ങിയിട്ടുള്ള പ്രോഗ്രാമുകളിൽ യങ് വുമൺസിനെ അവരുടെ സ്കിൽ ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ സ്റ്റെം എമർജിംഗ് ടെക്നോളജീസിൽ സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് എന്ന് ഓർത്ത് വെക്കാം. അതേസമയത്ത് പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ നോക്കി കഴിഞ്ഞാൽ ഇന്ത്യയിൽ വുമൺ റിസർവേഷൻ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 33% ലെജിസ്ലേറ്റീവ് റെപ്രസെന്റേഷൻ, നിയമസഭയിലും ലോക്സഭയിലും ഒക്കെ 33% സ്ത്രീകൾക്ക് റെപ്രസെന്റേഷൻ നൽകുന്ന രീതിയിൽ ബില്ല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ ലോക്കൽ ഗവേണൻസിൽ ഓൾറെഡി ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇലക്ഷനിൽ 90കളിൽ തന്നെ ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 1.5 മില്യൺ 15 ലക്ഷത്തോളം വുമൺ ലീഡേഴ്സിനെ, പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഗ്ലോബൽ ലെവലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ബെയ്ജിംഗ് ഡിക്ലറേഷന്റെ 30th ആനിവേഴ്സറി ആണ് നടക്കുന്നത്. ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത് ലോകത്ത് ഇന്നും ഒരു ടോപ്പ് പ്രയോറിറ്റി തന്നെയാണ്. അതൊരു വുമൺസ് ഇഷ്യൂ മാത്രമായിട്ട് അല്ല കണക്കാക്കുന്നത്. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗവൺമെന്റ് ഇന്ത്യയിലുണ്ട്, കൃത്യമായിട്ടുള്ള ലീഡർഷിപ്പ് ഉണ്ട്, കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യങ് വുമൺസിന്റെ ലീഡർഷിപ്പ് റോളുകളിലേക്ക് കൂടുതൽ വരുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഇന്ത്യ വുമൺ ലെഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്, ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്, സോഷ്യൽ ട്രാൻസ്ഫോർമേഷന് ഇന്ത്യ കമ്മിറ്റഡ് ആണ്. ഇന്ത്യ ഈ ഒരു ഗ്ലോബൽ ബെഞ്ച് മാർക്കുകൾ അതിനുവേണ്ടി സെറ്റ് ചെയ്തതിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഇൻക്ലൂസീവ് ആയിട്ടുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് അച്ചീവ് ചെയ്യാനുള്ള എഫേർട്ട് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട് എന്നാണ്
ഓതർ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു വാർത്ത എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസിനെ ഒരു ചാലഞ്ചായി മാറുന്നുണ്ടെന്ന്. കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന സമയത്ത് അത് മനുഷ്യന്മാരുടെ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്ന, അതായത് ചിന്താശേഷിയെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളിവിടെ ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങളത് ChatGPT-യിലോ മറ്റുമായി ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ചെയ്യേണ്ട പ്രോസസ്സ് കൃത്യമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കിട്ടും. നിങ്ങളത് പകർത്തി എഴുതിയാൽ മാത്രം മതിയാവും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നില്ല, നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ ബുദ്ധിശക്തിയെ ബാധിക്കുമോ എന്നുള്ള വിഷയമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകൾ എന്ന് പറഞ്ഞാൽ ഇത് ഇൻക്രീസിംഗ്ലി യൂസ് ചെയ്യുന്നുണ്ട്. ഈവൻ ക്ലാസ് റൂമുകളിലായിക്കോട്ടെ, സ്കൂൾ ആപ്ലിക്കേഷൻസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നതിന്റെ അതായത് ചിന്താശക്തിയെ സ്വാധീനിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിനെ കുറക്കാൻ കാരണമാകുന്നുണ്ടോ എന്നുള്ളതുമായി ബന്ധപ്പെട്ട സ്റ്റഡീസ് നടക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്ലാസ് റൂമുകളിൽ ഉപയോഗിക്കുമ്പോൾ അതിന്റെ യൂസ് വൈഡ് സ്പ്രെഡ് ആയി മാറുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങളില്ല എന്നുള്ളത് കൊണ്ട് എല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI പറഞ്ഞു തരും, നമ്മളിത് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഉദാഹരണത്തിന് പണ്ട് സ്കൂളുകളിലെ ടീച്ചർ നാളെ നിങ്ങളൊരു ലീവ് ലെറ്റർ എഴുതി കൊണ്ടുവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ആലോചിക്കും എങ്ങനെയാണ് ലീവ് ലെറ്റർ എഴുതേണ്ടത് എന്നുള്ളത്. ഇന്നതില്ല, റൈറ്റ് എ ലീവ് ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ChatGPT-യിൽ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെറ്റ AI-യിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലീവ് ലെറ്റർ നിങ്ങൾക്ക് മുന്നിൽ കിട്ടും. നിങ്ങളത് ജസ്റ്റ് നോക്കി പകർത്തിയാൽ മതി. അതായത് നിങ്ങളുടെ കോഗ്നിറ്റീവ് സ്കില്ലിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ ചിന്താശക്തിയെ ഇല്ലാതാക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മൾ അതിനു വേണ്ടി എഫേർട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ യൂസേജിൽ എത്തിക്കൽ ആയിട്ടുള്ള ചില കൺസിഡറേഷൻ കൊണ്ടുവരേണ്ട ആവശ്യകതയാണ് ഇത് ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്ലാസ് റൂമുകളിൽ അല്ലെങ്കിൽ സ്കൂളുകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉപയോഗിക്കുന്ന സമയത്ത് അത് പലതരത്തിലുള്ള ബയാസുകൾക്ക് കാരണമാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അത് ടീച്ചേഴ്സ് ആയിക്കോട്ടെ, സ്റ്റുഡൻസ് ആയിക്കോട്ടെ, AI യൂസ് ചെയ്യുന്ന സമയത്ത് അത് എഡ്യൂക്കേഷനിൽ ചെയ്യുന്ന സമയത്ത് വളരെയധികം കോഷ്യസ് ആയിട്ട് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. മറിച്ച് AI ടൂളുകളെ ശ്രദ്ധയില്ലാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബയാസുകളായിട്ടുള്ള ഡാറ്റ പുറത്തേക്ക് വരാം, ഡാറ്റ ട്രാൻസ്പെറൻസിയെ അത് ബാധിക്കാം എന്നുള്ളതും ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് വളരെ എമേർജിംഗ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. അത് വിദ്യാഭ്യാസവുമായിട്ട് അൾട്ടിമേറ്റ്ലി അത് ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടും, സ്കൂളുകളിൽ അത് ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടും. ആ ഇന്റഗ്രേഷൻ സീംലെസ് ആയിട്ട് നടക്കുകയും ചെയ്യും. പക്ഷെ അതേ സമയത്ത് അതിന്റെ സേഫ്റ്റി, അതിന്റെ പ്രൈവസി, അതുപോലെ എത്തിക്കൽ ആയിട്ടുള്ള കൺസേൺസ് നമ്മൾ ഉറപ്പുവരുത്തുന്നതാണ്. യൂണിവേഴ്സിറ്റീസും മറ്റുമൊക്കെ റെസ്പോൺസിബിൾ AI കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കേണ്ടതായിട്ട്, അതായത് കൃത്യമായിട്ടുള്ള പോളിസികളും മറ്റുമൊക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഫ്യൂച്ചർ വർക്ക് ഫോഴ്സിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളരെ പ്രധാനപ്പെട്ട റോൾ വഹിക്കും. ആ പ്രധാനപ്പെട്ട റോൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നെഗറ്റീവായിട്ട് മാറാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതായിട്ട് റെസ്പോൺസിബിളി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുക എന്നുള്ളത് വളരെ ക്രിട്ടിക്കൽ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റിയെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ജനറേറ്റ് ആയിട്ടുള്ള റെസ്പോൺസുകളാണ് കുട്ടികളുടെ ആൻസറുകളായി മാറുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് അതുപോലെ തന്നെ പ്രാക്ടിക്കൽ സ്കില്ലുകൾ ഉണ്ടാവാൻ സാധ്യത. ഉദാഹരണത്തിന് നിങ്ങൾക്ക് UPSCയുടെ മെയിൻസിന്റെ ആൻസർ റൈറ്റിംഗ് ചെയ്യണം. അപ്പോൾ മെയിൻസിന്റെ ആൻസർ റൈറ്റിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ചോദ്യം കണ്ടു, അതിന്റെ ഉത്തരം എന്താണെന്ന് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി നോക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കും, നിങ്ങളുടെ തിങ്കിങ് എബിലിറ്റി മെച്ചപ്പെടും. അതിന് പകരം അതേ ചോദ്യം നിങ്ങൾ ChatGPT-യിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ആൻസർ കിട്ടും. അപ്പോൾ നിങ്ങൾ ആ ജസ്റ്റ് ആൻസർ മഗ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാണ് സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള ടൂളുകളെ ഓവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഓർത്ത് വെക്കുക, ഓവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരിക്കലും നല്ലതല്ല. അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റെസ്പോൺസിബിളി യൂസ് ചെയ്തില്ലെങ്കിൽ ചിന്താശക്തി ഇല്ലാത്ത ഒരു തലമുറയെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോകും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ INSV തരിണി എന്ന് പറയുന്ന ഒരു പായ്ക്കപ്പല് അത് 2 വുമൺ നേവൽ ഓഫീസറുമായിട്ട് പോർട്ട് സ്റ്റാൻലി വിട്ടു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. അപ്പോൾ എവിടെയാണ് പോർട്ട് സ്റ്റാൻലി, എന്താണ് INSV തരിണി, ഏതാണ് ഈ സ്ഥലം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. INSV തരിണി എന്ന് പറയുന്നത് ഒരു ചെറിയ പായ്ക്കപ്പലാണ്. ഇത് ഫോക്ലാൻഡ് ഐലൻഡിലുള്ള പോർട്ട് സ്റ്റാൻലി അവിടെ റിപ്പയറിനായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് വിട്ടുപോയി എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത് കേപ്പ് ടൗണിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. നാവിക സാഗർ പരിക്രമ 2 എന്ന് പറയുന്ന സർക്കം നാവിഗേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു INSV തരിണി മൂവ് ചെയ്യുന്നതായിട്ടുള്ളത്. അതിൽ 2 വുമൺ നേവി ഓഫീസേഴ്സ് ആണ്, ലഫ്റ്റനന്റ് കമാൻഡർ ദിലിന കെയും അതുപോലെ തന്നെ രൂപായുമാണ്. ഇവർ രണ്ടുമാണ് എക്സ്പെഡീഷനെ ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പോർട്ട് സ്റ്റാൻലിയിൽ വെച്ചിട്ട് വെസലിന്റെ റിപ്പയർ വർക്കുകൾ ഉണ്ടായിരുന്നു. ഇത് ഡ്രേക്സ് പാസേജ് കടക്കുമ്പോഴാണ് ഇതിന്റെ പല ഭാഗത്തും ഡാമേജുകൾ ഉണ്ടായിട്ടുള്ളത് എന്ന് കൂടി ഓർത്തു വെക്കണം തന്നെ. അപ്പോൾ നമുക്ക് കുറച്ച് വാക്കുകളായിരുന്നു. ഒന്ന് INSV തരിണിയായി, രണ്ടാമത്തെ ഡ്രേക്സ് പാസേജ് ആയി, മൂന്നാമത്തത് ഫോക്ലാൻഡ് ഐലൻഡ് ആയി.
അപ്പോൾ ഇന്ത്യയുടെ നേവൽ സെയിലിംഗ് വെസൽ ആണ് INS തരിണി എന്ന് പറയുന്നത്. 56 അടി നീളമുള്ള ഒരു സെയിലിംഗ് വെസൽ ആണ്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് അക്വാരിയസ് ഷിപ്പ്യാർഡ് എന്ന് പറയുന്ന ഗോവൻ ഷിപ്പ്യാർഡ് ആണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ നേവി 2017 ഇതിനെ ഇൻഡക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ട്, റേ മറൈൻ നാവിഗേഷൻ സ്യൂട്ടുകളുടെ എമർജൻസി സ്റ്റിയറിംഗ് ഉണ്ട്, അതുപോലെ തന്നെ എക്സ്ട്രീം കണ്ടീഷൻസിൽ പോലും സെയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വെസലാണിത് എന്നുകൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ഈ ഒരു പോർട്ട് സ്റ്റാൻലിയിൽ വിട്ടുപോയി എന്നാണ്. പോർട്ട് സ്റ്റാൻലി ഫോക്ലാൻഡ് ഐലൻഡുകളാണ്. ഈ ഫോക്ലാൻഡ് ഐലൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നിങ്ങൾ ഓഷ്യൻ കറണ്ടുകളെ കുറിച്ച് പഠിക്കുന്ന സമയത്ത്, ഓഷ്യൻ കറണ്ടുകളെ കുറിച്ച് ജിയോഗ്രഫിയിൽ പഠിക്കുന്ന സമയത്ത് ഈ ഫോക്ലാൻഡ് ഐലൻഡ് പേര് വരും. സൗത്ത് അമേരിക്കയുടെ ഏറ്റവും സൗത്തേൺ ടിപ്പിന്റെ സൈഡിലായിട്ടാണ് സ്റ്റാൻലി ഐലൻഡ്. അർജന്റീനിയൻ കോസ്റ്റിന് അടുത്തായിട്ടാണ് ഈ ഒരു ഫോക്ലാൻഡ് ഐലൻഡുകൾ വരെ. UK നിയന്ത്രണത്തിലുള്ള ഒരു പ്രദേശമാണ്. അറ്റ്ലാന്റിക് ഓഷ്യനിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. ഇനി ഈ ഒരു അന്റാർട്ടിക്കയുടെയും അതുപോലെ തന്നെ ഈ ഒരു സൗത്ത് അമേരിക്കയുടെയും ഇടയിലുള്ള ഈ ഒരു പാസേജിനെയാണ് ഡ്രേക്സ് പാസേജ് എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. നമുക്കിവിടെ കാണാൻ പറ്റും സൗത്ത് അമേരിക്കയുടെ ടിപ്പും അതുപോലെ തന്നെ അന്റാർട്ടിക്കയുടെ ഭാഗം, ഇതിനിടയിലുള്ള ഒരു പാസേജ് ഏരിയ ആണ് ഡ്രേക്ക് പാസേജ് എന്ന് വിളിക്കുന്നത്. ഡ്രേക്ക് പാസേജ് എന്ന് വെച്ചാൽ ഒരു വാട്ടർ ബോഡിയാണ്. സൗത്ത് അമേരിക്കയുടെ കേപ്പ് ഹോൺ, ചിലി, അർജന്റീന ഇതിന്റെ ഇടയിലുള്ളതും അതുപോലെ തന്നെ സൗത്ത് ഷെറ്റ്ലാൻഡ് ഐലൻഡ് ഓഫ് അന്റാർട്ടിക്കയുടെ ഇടയിലുള്ള ഒരു പാസേജ് ആണ്. അപ്പോൾ ഇത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഒരു സൈഡിൽ നമുക്ക് പസഫിക് ഓഷ്യനെ കാണാൻ പറ്റും, ഒരു സൈഡിൽ അറ്റ്ലാന്റിക് ഓഷ്യനെ കാണാൻ പറ്റും. അപ്പോൾ അറ്റ്ലാന്റിക് ഓഷ്യനെയും പസഫിക് ഓഷ്യനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പാസേജ് ആണ് എന്ന് പറയുന്നത് കൂടെ ഓർത്തു വെക്കുന്നത്. 16th സെഞ്ചുറി ഇംഗ്ലീഷ് എക്സ്പ്ലോറർ ആയിട്ടുള്ള സർ ഫ്രാൻസിസ് ഡ്രേക്കിന്റെ പേരിൽ നിന്നാണ് ഈ ഡ്രേക്ക് പാസേജ് എന്ന പേര് വന്നിട്ടുള്ളത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞത് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീലങ്കൻ പ്രൈം മിനിസ്റ്ററെ ഏപ്രിൽ മാസത്തിൽ കാണും. ശ്രീലങ്കൻ പ്രസിഡന്റിനെ ഏപ്രിൽ മാസത്തിൽ കാണും. ശ്രീലങ്കൻ സോളാർ പവർ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് ഒക്കെ നടത്തും എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ബന്ധവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്, നമുക്കിത് നോക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഏപ്രിൽ മാസത്തിൽ ശ്രീലങ്ക വിസിറ്റ് ചെയ്യുന്നു. അദ്ദേഹം കൊളംബോയുമായിട്ട് ബൈലാറ്ററൽ മീറ്റിങ്ങുകൾ നടത്തി സോളാർ പവർ പ്ലാന്റ് പ്രൊജക്റ്റുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് നടക്കും എന്നൊക്കെയാണ് വാർത്തയിൽ വരുന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മോഡി കൊളംബോയിലേക്ക് പോകും. ബീംസ്റ്റെക് മീറ്റിംഗ് തായ്ലൻഡ് അറ്റൻഡ് ചെയ്തിട്ട് കൊളംബോയിലേക്ക് പോകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മോഡിയെ, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ശ്രീലങ്കൻ പ്രസിഡന്റ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നതായിട്ടുള്ളത്. അപ്പോൾ 3 പ്രാവശ്യം 2019 ശേഷം 3 പ്രാവശ്യം അദ്ദേഹം ശ്രീലങ്ക വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അധികാരത്തിൽ വന്ന് 2019 റീസെന്റ് ആയിട്ടുള്ള വിസിറ്റ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റീസെന്റ് ആയിട്ട് ഈ ഒരു ശ്രീലങ്ക പ്രസിഡന്റ് അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോൾ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. റീജിയണൽ സെക്യൂരിറ്റി, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, എനർജി പ്രോജക്റ്റുകൾ, പാക് ബേയിലെ ഫിഷറീസുമായി ബന്ധപ്പെട്ട കോൺഫ്ലിക്റ്റുകൾ, അങ്ങനെ പല വിഷയങ്ങളും ചർച്ചയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർത്തു വെക്കേണ്ട കാര്യം, ഈ ഒരു ശ്രീലങ്കയിലെ ഈ ദിസ്രനായക അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു ഫോറിൻ ഹെഡിന്റെ വിസിറ്റ് ആയിരിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വിസിറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ചൈനയുടെ PAN-U ശ്രീലങ്ക റീസെന്റ് ആയിട്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും എത്നിക് റീകൺസിലേഷൻ അതുപോലെ കൾച്ചറൽ കോപ്പറേഷൻ തുടങ്ങിയിട്ടുള്ള ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ചൈനയുമായിട്ട് ശ്രീലങ്ക ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അതിന് കൗണ്ടറായിട്ട് ഇന്ത്യയും ഡിസ്കഷൻ നടത്താൻ പോകുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്നതാണ്. അടുത്തൊരു വാർത്ത, AI കോശ എന്ന പേരിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടിയുള്ള ഒരു റെപ്പോസിറ്ററി ഓഫ് ഡാറ്റ ഇന്ത്യ ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഡാറ്റ, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ഡാറ്റ. ഈ ഡാറ്റ അനലൈസ് ചെയ്തിട്ടാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വർക്ക് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയുള്ള ഡാറ്റ സെറ്റ് ആണ് AI കോശ എന്ന പേരിൽ ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്നുകൂടി ഓർത്തു വെക്കുന്നതാണ്. അപ്പോൾ യൂണിയൻ ഗവൺമെന്റ് ആണ് AI കോശ, ഓർത്തു വെക്കുക, AI കോശ കൊണ്ടുവന്നിട്ടുള്ളത്. AI മോഡൽസും ടൂൾസും ഡെവലപ്പ് ചെയ്യുന്നതിനുണ്ട്. ഡാറ്റ സെറ്റ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് എന്ന് ഓർത്ത് വെക്കുക. ഡാറ്റയാണ് ഇതിലുള്ളത്. അപ്പോൾ ഈ ഒരു ഡാറ്റ സെറ്റുകൾ എന്ന് പറയുന്നത് നോൺ പേഴ്സണൽ ഡാറ്റയാണ്, വ്യക്തികളെ സംബന്ധിച്ചുള്ള ഡാറ്റയല്ല. ഇത് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡലുകൾ ക്രിയേറ്റ് ചെയ്യാനും ടൂളുകൾ ക്രിയേറ്റ് ചെയ്യാനും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഏകദേശം 316ഓളം ടൈപ്പ് ഓഫ് ഡാറ്റ സെറ്റുകളാണ്. പ്രധാനമായിട്ടും ലാംഗ്വേജ് ട്രാൻസ്ലേഷനുകളിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യൻ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട ഡാറ്റ സെറ്റുകളാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഇത് ഇന്ത്യ AI മിഷന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഡാറ്റ സെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. AI ഡെവലപ്മെന്റ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്ന സ്കീമാണ്. 10,370 കോടി രൂപയാണ് ഇതിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റാർട്ടപ്പുകൾക്കും അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഈ ഒരു ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റുകളിലുള്ള ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടി 14,000ഓളം GPUs ആണ് AI മോഡൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. AI കാഷ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒരുപാട് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാസ് ഉണ്ട്, അതുപോലെ തന്നെ സാറ്റലൈറ്റ് ഇമേജസ് ഉണ്ട്, പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാസ് ഉണ്ട് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഇത് ഗവൺമെന്റിൻ്റെതായിട്ടുള്ള ഒരു ഫൗണ്ടേഷണൽ AI മോഡൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിനും ഈ ഒരു ഡാറ്റാസ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഗവൺമെന്റ് ഓപ്പൺ ഗവേണൻസ് ഡാറ്റ പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഇതിൽ തന്നെ ഓൾറെഡി തൗസൻഡ്സ് ഓഫ് ഡാറ്റ സെറ്റുകൾ അവൈലബിൾ ആണ് എന്നും
ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2018 ഒരു കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ ഒരു നോൺ പേഴ്സണൽ ഡാറ്റാസ് ഷെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പ്രൈവറ്റ് ഫേംസുമായിട്ട് ഷെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും സ്റ്റാർട്ടപ്പുകൾക്കും മറ്റുമൊക്കെ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഡാറ്റാസ് വേണം. അപ്പോൾ ഈ ഒരു ഡാറ്റാസ് ഗവൺമെന്റ് പോളിസിയുടെ ഭാഗമായിട്ട് കൊണ്ടുവരികയും അതിന്റെ ഭാഗമായിട്ടാണ് പ്രൈവറ്റ് പ്ലേയേഴ്സിനും മറ്റുമൊക്കെ ഈ ഡാറ്റ കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിൽ AI കുഷ എന്ന് പറയുന്ന രീതിയിലുള്ള ഈ ഒരു ഇനീഷ്യേറ്റീവ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഇൻവെസ്റ്റ്മെന്റിനെ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിക് ഗ്രോത്തിന് വളരെ ക്രിട്ടിക്കൽ ആണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 1,00,000 കോടി രൂപയുടെ ഫണ്ട് ഇന്ത്യയുടെ പ്രൈവറ്റ് സെക്ടർ റിസർച്ചിനെയും ഡെവലപ്മെന്റിനെയും ഒക്കെ ഇംപ്രവൈസ് ചെയ്യുന്നതിനും ഇന്ത്യയിലെ ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഗവൺമെന്റ് ഏകദേശം 1,00,000 കോടി രൂപയുടെ ഫണ്ടാണ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്രത്യേകിച്ചും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത് പ്രധാനമായിട്ടും ലോ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ലോങ് ടേം ലോണുകളായിട്ടൊക്കെ പ്രൈവറ്റ് കമ്പനികൾക്ക് നൽകാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ ദാറ്റ് അവർക്ക് R&D ലാബുകൾ സെറ്റപ്പ് ചെയ്യുക, അവർക്ക് പുതിയ പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യുക, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ഡെവലപ്മെന്റുകൾ ചെയ്യുക എന്നുള്ളതാണ്. യൂണിവേഴ്സിറ്റികൾക്കോ അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസോ R&D പർപ്പസിന് വേണ്ടിയിട്ട് ഈ ഫണ്ട് ഡയറക്റ്റ്ലി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേ പ്രൈവറ്റ് കമ്പനികൾക്ക് ഇത് യൂസ് ചെയ്യാം. പ്രൈവറ്റ് കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ള റിസർച്ചുകൾ ഈ ഒരു അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ത്രൂ ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് കൂടി ഓർത്തിരിക്കണതാണ്. ഈ ഒരു ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം പോലെ R&Dക്ക് വേണ്ടിയിട്ടുള്ള R&D പ്രൊജക്റ്റുകൾ ചെയ്യുമ്പോൾ കമ്പനികൾക്ക് ഈ ഫണ്ട് അവൈൽ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇന്ത്യയുടെ R&D മേഖലയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് GDPയുടെ ലെസ് ദാൻ 1% ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. കഴിഞ്ഞ ദിവസം AI-യുമായി ബന്ധപ്പെട്ട ഡെവലപ്മെന്റിൽ ഇന്ത്യ പിന്നോട്ടാകുന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. US-ലും ചൈനയൊക്കെ ഇത് 1.5 മുതൽ 3% വരെയൊക്കെ അവരുടെ GDPയുടെ 3% വരെയൊക്കെ R&D ഡെവലപ്മെന്റിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യ വളരെ കുറവാണ്. അപ്പോൾ പ്രൈവറ്റ് സെക്ടർ വെറും 30 മുതൽ 36% മാത്രം വരെയാണ് ഇന്ത്യയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിട്ടുള്ളത്. US-ലും ചൈനയിലൊക്കെ 75 മുതൽ 77% വരെ കോൺട്രിബ്യൂഷൻ R&D സെക്ടറിൽ വരുന്നത് ഈ ഒരു പ്രൈവറ്റ് മേഖലയിൽ നിന്നാണ്. അപ്പോൾ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള നിർമ്മല സീതാരാമൻ അവര് ഫെബ്രുവരി 2024 ബജറ്റിൽ ഫണ്ട് തന്നെ 20,000 കോടി രൂപ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് ഈ ഒരു വിഷയമായിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ ആണ് ഈ ഒരു ഫണ്ടിനെ മാനേജ് ചെയ്യുക. അവര് ഈ ഒരു ഫണ്ടിനെ കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്നാണ് കരുതുന്നത്. അപ്പോൾ നിയർലി 0% ഇൻട്രസ്റ്റിലാണ് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൈവറ്റ് സെക്ടറെ. പക്ഷെ അവർ റിസർച്ച് ചെയ്തിട്ട് അവർ കൊമേഴ്ഷ്യലി വയബിൾ പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യുന്നതായിട്ടുണ്ട്. ഈ ഒരു ലോണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയറട്ടിക്കൽ റിസർച്ചിന് വേണ്ടി നൽകില്ല, പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റുകൾക്ക് വേണ്ടി മാത്രമാണ് ഈ ലോണുകൾ പ്രൊവൈഡ് ചെയ്യുക എന്ന് കൂടി ഓർത്ത് വെക്കുന്നതാണ്. അപ്പോൾ ഇത് പ്രധാനമായിട്ട് സ്പേസ്, ഫാർമസ്യൂട്ടിക്കൽ, ഓട്ടോമോട്ടീവ് അതുപോലെ എനർജി സെക്ടറിൽ നൽകും. സർവീസ് ഇൻഡസ്ട്രീസ് ആയിട്ടുള്ള IT പോലുള്ള മേഖലകൾക്ക് നൽകില്ല എന്ന് കൂടി ഓർത്ത് വെക്കുന്നതാണ്. ANRF ഇതിനു വേണ്ടിയിട്ട് 50,000 കോടിയുടെ ഒരു കോപ്പസ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 36,000 കോടി നോൺ ഗവൺമെന്റ് സോഴ്സുകളിൽ നിന്ന് റേസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത് എന്ന് കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി ആൻഡ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടാണ്. അതായത് നമ്മുടെ ലോകത്ത് 40% ഗ്ലോബൽ പോപ്പുലേഷനും അവരുടെ അറിയുന്ന ഭാഷയിൽ അവർക്ക് പഠിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് യുനെസ്കോയുടെ ഭാഗത്ത് നിന്നുള്ളത്. ഇന്റർനാഷണൽ മദർ ലാംഗ്വേജ് ഡേയുടെ ഭാഗമായിട്ട് അതിന്റെ 25th ആനിവേഴ്സറിയുമായി ബന്ധപ്പെട്ട് യുനെസ്കോ പബ്ലിഷ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടിലാണ് ഈ ഒരു ഡാറ്റ വന്നിട്ടുള്ളത് എന്ന് കൂടി ഓർത്തു വെക്കുന്നതാണ്. യുനെസ്കോയുടെ ടൈറ്റിൽ ലാംഗ്വേജ് മാറ്റർ ഗ്ലോബൽ ഗൈഡൻസ് ഓൺ മൾട്ടിലിംഗ്വൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടിലാണ് 25th ആനിവേഴ്സറി ആയിരുന്നു ഇന്റർനാഷണൽ മദർ ലാംഗ്വേജ് ഡേയുടെ. ഇതിന്റെ ഭാഗമായിട്ടാണ് ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഔട്ട്കംസിൽ പ്രത്യേകിച്ച് മാതൃഭാഷയിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്ന ഒരു പ്രശ്നം ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. മൾട്ടിലിംഗ്വൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ലേണിംഗ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വളരെ അത്യാവശ്യം, ഒന്നിലധികം ഭാഷകൾ പഠിക്കുക എന്നുള്ളത്. അതേസമയത്ത് ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഗ്ലോബലി എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രോ ചെയ്യുന്നുണ്ട്. മൈഗ്രേഷനും അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് കൊളോണിയൽസിന്റെ ഭാഗമായിട്ടൊക്കെ ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ എഡ്യൂക്കേഷണൽ പോളിസീസ് ഇത്തരത്തിലുള്ള ലിംഗ്വിസ്റ്റിക് നീഡ്സിനെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എന്നും യുനെസ്കോയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ റിപ്പോർട്ടിന്റെ കീ ഹൈലൈറ്റ് നോക്കി കഴിഞ്ഞാൽ 40%-ഓളം ഗ്ലോബൽ പോപ്പുലേഷനും അവർ സംസാരിക്കുന്ന ഭാഷയിൽ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല, കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വിഷയമാണ്. ലോ ആൻഡ് മിഡിൽ ഇൻകം കൺട്രീസിൽ ഇത് 90% ആൾക്കാർക്ക് വരെ അവരുടെ മദർ ടങ്ങിൽ മാതൃഭാഷയിൽ അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ഏതെങ്കിലും ഒരു മറ്റൊരു ഇംഗ്ലീഷിലോ മറ്റേതെങ്കിലും ഒരു ഭാഷയിൽ പഠിക്കാൻ പറ്റും. ഏകദേശം 250 മില്യൺ ലേണേഴ്സ്, അതായത് 27 കോടിയോളം ആൾക്കാർ ഇത്തരത്തിൽ അഫക്റ്റഡ് ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് പ്രധാനമായിട്ട് കാരണം അതായത് മൈഗ്രേഷൻ ആണ് ലിംഗ്വിസ്റ്റിക് ഈ ഡൈവേഴ്സിറ്റി വർദ്ധിക്കുന്നതിന് കാരണമായിരുന്നു. 31 മില്യൺ ആൾക്കാർ ഈ ഒരു ലാംഗ്വേജ് ബാരിയേഴ്സ്, അതായത്
നമ്മളിപ്പോൾ മൈഗ്രേറ്റ് ചെയ്ത് മറ്റൊരു സ്ഥലത്ത് പോയി അവിടുത്തെ ഭാഷ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, നമ്മൾ വിദ്യാഭ്യാസം പഠിക്കാൻ വേണ്ടി പോകാത്ത സാഹചര്യത്തിലേക്ക് ഉണ്ടെന്നാണ്. പല പോസ്റ്റ് കൊളോണിയൽ നാഷൻസിലും നോൺ നാറ്റീവ് ലാംഗ്വേജുകൾ എഡ്യൂക്കേഷൻ യൂസ് ചെയ്യും. ഉദാഹരണത്തിന് ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് അല്ലെങ്കിൽ കേരളത്തിൽ ഒറിജിനൽ ലാംഗ്വേജ് മലയാളമാണ്, പക്ഷെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷാണ് യൂസ് ചെയ്യുന്നത്. ഇത് പോസ്റ്റ് കൊളോണിയൽ നാഷൻസിന്റെ ഒരു പ്രശ്നമാണ്. അവിടുത്തെ ആ കൊളോണിയൽ ഇപ്പം പല ആഫ്രിക്കൻ കൺട്രീസിലും നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ റീജിയണൽ ലാംഗ്വേജിലല്ല അവർ പഠിക്കുന്നത്, അവർ ഫ്രഞ്ചിലും ഇംഗ്ലീഷിലും ഒക്കെയാണ്. അപ്പോൾ ലോക്കൽ ലാംഗ്വേജസ് അണ്ടർ വാല്യൂഡ് ആയി പോവുകയും ഫോമൽ എഡ്യൂക്കേഷൻ പൂർണ്ണമായിട്ടും ഈ ഒരു കൊളോണിയൽ ലാംഗ്വേജിൽ അല്ലെങ്കിൽ കൊളോണിയൽ കൺട്രിയുടെ ലാംഗ്വേജിൽ പഠിക്കുന്ന സാഹചര്യമാണ്. ഇത് നാറ്റീവ് സ്പീക്കേഴ്സിന് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് മാറുന്നു എന്നതാണ്. മറ്റൊന്നാണ് ഇമിഗ്രേഷൻ എന്ന് പറയുന്നത്. ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി ക്ലാസ് റൂമുകളിലേക്ക് കൊണ്ടുവരുന്നതിന് കാരണമാവുന്നുണ്ട്, പ്രത്യേകിച്ചും ഹൈ ഇൻകം കൺട്രീസിൽ എന്നുകൂടി ഓർത്ത് വെക്കുന്നുണ്ട്. അതായത് ഒരു ഹൈ ഇൻകം കൺട്രീസിലേക്ക് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വരുമ്പോൾ അവരെയും കൂടെ ഇൻക്ലൂസീവ് ചെയ്തിട്ട് അവരുടെ ഭാഷ കൂടി പഠിപ്പിക്കുന്ന രീതിയിലേക്ക് വരുന്നുണ്ട്. എന്നാൽ പല ചെറിയ രാജ്യങ്ങളും ലോ മിഡിൽ ഇൻകം കൺട്രീസും ഈ ഒരു ലാംഗ്വേജിൽ മാനേജ് ചെയ്യുന്നതിൽ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്, ബുദ്ധിമുട്ടുന്നുണ്ട്. പ്രത്യേകിച്ചും അതിനാവശ്യമായിട്ടുള്ള സപ്പോർട്ട് കിട്ടുന്നില്ല, കരിക്കുലം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, കൃത്യമായിട്ടുള്ള അസസ്മെന്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നതാണ്. അതേസമയത്ത് പല രാജ്യങ്ങളും ബൈലിംഗൽ എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ഇന്ത്യ ഈ ഇംഗ്ലീഷിനെയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ലോക്കൽ ലാംഗ്വേജിനെയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ഡൊമിനന്റ് ലാംഗ്വേജ് ആയിട്ട് പ്രധാനമായിട്ടും ഫോറിൻ ലാംഗ്വേജ് തന്നെയാണ് വരുന്നത് എന്നുകൂടി ഓർത്ത് വെക്കാൻ സാധനം. അപ്പോൾ രാജ്യത്ത് നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്ത ഭാഷകൾ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ടീച്ചർ കപ്പാസിറ്റി ഉണ്ടാവണം, കൃത്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാവണം, കമ്മ്യൂണിറ്റി കൃത്യമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാനാണ്. പലപ്പോഴും മൾട്ടി ലിംഗ്വൽ ലാംഗ്വേജ് എഡ്യൂക്കേഷനെ പലപ്പോഴും കമ്മ്യൂണിറ്റി ഒപ്പോസ് ചെയ്യാറുള്ളത്. ഉദാഹരണത്തിൽ തമിഴ്നാട് ഹിന്ദി ലാംഗ്വേജിനെ ഒപ്പോസ് ചെയ്യുന്നത് പോലെ പല കമ്മ്യൂണിറ്റികളും ഒപ്പോസ് ചെയ്യാറുള്ളതാണ് എന്നുകൂടി ഓർത്ത് വെക്കുന്നതാണ്. ഈ ഒരു റിപ്പോർട്ട് പ്രധാനമായിട്ടും സ്പെസിഫിക് ലാംഗ്വേജ് ആയിട്ടുള്ള പോളിസികൾ അതുപോലെ കരിക്കുലം റിലേറ്റഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ കൊണ്ടുവരുന്നത് മദർ ടങ്ങിന് അല്ലെങ്കിൽ മാതൃഭാഷയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ടീച്ചർ ട്രെയിനിങ്ങുകൾ നടത്തുക, മൾട്ടി ലിംഗ്വൽ മെറ്റീരിയൽസ് ഡെവലപ്പ് ചെയ്യുക, ഇൻക്ലൂസീവ് ആയിട്ടുള്ള ലേണിംഗ് എൻവയോൺമെന്റ് എല്ലാ ആൾക്കാർക്കും അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പഠിക്കാനുള്ള അവസരം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിനെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ സ്കൂൾ ലീഡർഷിപ്പും അതുപോലെ കമ്മ്യൂണിറ്റി കൊളാബറേഷനും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരണം എന്നും യുനെസ്കോയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നുകൂടി ഓർത്ത് വെക്കാം. അടുത്തൊരു വാർത്ത ഗൾഫ് ഓഫ് മാന്നാറുമായി ബന്ധമാണ്. ഗൾഫ് ഓഫ് മാന്നാറിലെ ഡീപ് സീ റീജിയനിലെ മൈനിങ് ഹൈഡ്രോ കാർബൺ എക്സ്പ്ലോറേഷൻ നടത്തുന്നതുമായി ബന്ധപ്പെട്ട ടെൻഡറുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഗൾഫ് ഓഫ് മാന്നാർ എവിടെയാണ്, എന്താണ് ഈ ഗൾഫ് ഓഫ് മാന്നാറിൽ ഈ ഒരു എക്സ്പ്ലോറേഷൻ ഡീപ് സീ എക്സ്പ്ലോറേഷൻ നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് ഏകദേശം 10,000 സ്ക്വയർ കിലോമീറ്റർ ഡീപ് സീ റീജിയൻ ഗൾഫ് ഓഫ് മാന്നാർ പ്രദേശത്ത് തമിഴ്നാടിന്റെ അടുത്തായിട്ടുള്ളതാണ്. അവിടെ ഹൈഡ്രോ കാർബൺ എക്സ്പ്ലോറേഷൻ നടത്താൻ വേണ്ടി ഓയിൽസ് എക്സ്പ്ലോറേഷൻ നടത്താൻ വേണ്ടിയിട്ട് പരിമിതമാണ്. പ്രത്യേകിച്ചും അവിടുത്തെ മറൈൻ ഡൈവേഴ്സിറ്റിയും ലോക്കൽ ലൈവ്ലിഹുഡിനെയും ഒക്കെ ഇത് നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ള ഒരു കൺസേണും റേസ് ചെയ്യുന്നുണ്ടെന്ന് ഓർത്തിരിക്കണം. ഈ ഒരു ഗൾഫ് ഓഫ് മാന്നാർ റീജിയൻ എന്ന് വെച്ചാൽ ലക്ഷദ്വീപ് കടലിന്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ ഓഷ്യനിലും ലക്ഷദ്വീപ് കടലിനും ഇടയിലായിട്ടാണെന്ന് പറയാൻ വേണ്ടിയിട്ടും. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 21ഓളം ഐലൻഡുകൾ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യ കഴിഞ്ഞ് അതായത് ഈ ഒരു ശ്രീലങ്കക്കും ഇടയിലുള്ള പ്രദേശത്തെയാണ് ഗൾഫ് ഓഫ് മാന്നാർ എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത് ശ്രീലങ്കൻ കോസ്റ്റിനും അതുപോലെ തന്നെ ഇന്ത്യൻ കോസ്റ്റിനും ഇടയിലായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതിന്റെ ബോർഡർ എന്ന് പറയുന്നത് രാമേശ്വരാണ്. രാമസേതു ഒരു സൈഡിൽ ആദംസ് ബ്രിഡ്ജ് വരുന്നുണ്ട്, മറ്റേ സൈഡിൽ ഗൾഫ് ഓഫ് മാന്നാർ ഐലൻഡ് ശ്രീലങ്കയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ തമ്പർ പ്രാണി ഇന്ത്യയിലെ റിവേഴ്സ്, ശ്രീലങ്കയിലെ അരുവി എന്ന് പറയുന്ന റിവേഴ്സ്, ഇതെല്ലാം തന്നെ ജോയിൻ ചെയ്യുന്നത് ഈ ഒരു ഗൾഫ് ഓഫ് മാന്നാർ റീജിയനിലാണ്. അതുപോലെ തന്നെ തൂത്തുക്കുടി പോർട്ട് ഈ ഒരു ഗൾഫ് ഓഫ് മാന്നാർ റീജിയനിലാണ് ലൊക്കേറ്റ് ചെയ്തത്, ഇന്ത്യയിൽ ലൊക്കേറ്റ് ചെയ്തതെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു ഗൾഫ് ഓഫ് മാന്നാർ എന്ന് പറയുന്നത് ബയോളജിക്കലി ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. മറൈൻ നാഷണൽ പാർക്ക് ആയിട്ടാണ് ഇതിനെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഫസ്റ്റ് മറൈൻ ബയോസ്ഫിയർ റിസർവ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതും ഈ ഒരു മാന്നാർ മറൈൻ പാർക്കിനെയാണെന്ന് ഓർത്ത് വെക്കുക. 117ഓളം കോറൽ സ്പീഷീസുകളും 450ഓളം ഫിഷ് സ്പീഷീസുകളും ഇവിടെയുണ്ട്. അതിൽ ത്രട്ടൻഡ് സ്പീഷീസ് ആയിട്ടുള്ള ഡൂഡ്ഗോങ്സ്, വെയിൽ ഷാർക്സ്, സീ ടേർട്ടിൽസ് ഒക്കെ ഇവിടെ ഉണ്ടെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് ഹൈഡ്രോ കാർബൺ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നത് അതുമായി ബന്ധപ്പെട്ട കൺസേൺസ് ആണ് പ്രധാനമായിട്ടും ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട്. അപ്പോൾ ഇതാണ് ഗൾഫ് ഓഫ് മാന്നാർ റീജിയൻ. ഇതാണ് നമ്മൾ ഈ ഒരു ആദംസ് ബ്രിഡ്ജ് അല്ലെങ്കിൽ രാമസേതു എന്ന് വിളിക്കുന്നത്. ഇതിന് മുകളിലായിട്ടാണ് നിങ്ങൾക്ക് പാക് സ്ട്രെയിറ്റ് കാണാൻ വേണ്ടി പറ്റുക. പാക് സ്ട്രെയിറ്റ് കാണാൻ വേണ്ടി ഗൾഫ് ഓഫ് മാന്നാർ കാണാം. ലക്ഷദ്വീപ് കടൽ കാണാൻ പറ്റും. ഇന്ത്യൻ ഓഷ്യന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് ബേ ഓഫ് ബംഗാൾ കാണാൻ വേണ്ടി പറ്റും എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് തൂത്തുക്കുടി പോർട്ട് വരുന്നത് എന്നുകൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഗൾഫ് ഓഫ് മാന്നാർ റീജിയനും അതിന്റെ ഇമ്പോർട്ടൻസും ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിന്റെ റെസിപ്രോക്കൽ പോളിസീസുമായി ബന്ധപ്പെട്ടാണ്. ഇത് നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യും എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഈ ഒരു വാർത്ത ഡിസ്കസ് ചെയ്തു. കാനഡയുടെ മേലെയും ചൈനയുടെ മേലെയും മെക്സിക്കോയുടെ മേലെയും ഇമ്പോസ് ചെയ്ത് ഇന്ത്യയുടെ മേലെ ഇമ്പോസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ ഒരു വിഷയങ്ങൾ പ്രത്യേകിച്ചും വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളതാണ്.
അടുത്തൊരു വാർത്ത ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട കൺസേൺസ് ആണ്. അപ്പോൾ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട് തമിഴ്നാടുവിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള കൺസേൺസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുകയും ചെയ്തതാണ്. ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട ഇഷ്യൂസിനെ കുറിച്ചും അതിന്റെ സൊല്യൂഷൻസിനെ കുറിച്ചും ഒക്കെ. അപ്പോൾ ഈ ഒരു ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ചർച്ചയായിട്ട് വന്നിട്ടുണ്ട്. UPSC ചോദിച്ചിട്ടുണ്ട് പ്രിലിംസിനും മെയിൻസിനും ഒക്കെ. അപ്പോൾ ഡീലിമിറ്റേഷൻ കൃത്യമായിട്ട് ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിന്റെ സിഗ്നിഫിക്കൻസ് പൊളിറ്റിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നേ ദിവസമുള്ളത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.